നമസ്കാരം. ഈ ദിവസത്തിൽ ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ ഉത്ഭവം എപ്രകാരമാണെന്ന് രാജീവ് ഇരിഞ്ഞാലക്കുട നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു നാടൻ പാട്ട് കേട്ടിട്ട് നമുക്ക് ആരംഭിക്കാം. രാരിക്കും രാരാരോ രേരിക്കും രേരേരോ രാരിക്കും രാരാരോ രേരിക്കും രേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി. പണ്ടത്തെ പാട്ടുകൾ എന്ന തൻ്റെ കവിതയിൽ ശ്രീ വള്ളത്തോൾ നാരായണമേനോൻ പറയുന്നത് നമ്മുടെ പഴംപാട്ടുകൾ അഥവാ നാടൻ പാട്ടുകൾ കാതുകൾക്കൊക്കെ പാൽക്കുഴമ്പാണ് എന്നാണ്. അവർ പറയുന്നത് അവരുടെ ഭാഷ അമൃതിന് തുല്യം ആണ് എന്നാണ്. അത് അവരുടെ ഉയിരിക്കും മേൽ എന്നാണ്. എന്നാൽ ഇതൊന്നുമല്ല ലോകമാതൃഭാഷാ ദിനത്തിൻ്റെ ഉത്ഭവ കാരണം. അത് ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്ന രാജ്യത്തിലെ അവരുടെ മേൽ പശ്ചിമ പാകിസ്ഥാൻ ഉറുദു ദേശഭാഷയായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അനേകം പേർ അവിടെ രക്തസാക്ഷികളായി വീണു. അവർ കാരണമാണ് ഇന്നത്തെ ലോക മാതൃഭാഷാ ദിനം ലോകം മുഴുവൻ ആചരിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് ശ്രീ രാജീവ് പറഞ്ഞു തരുന്നത്. കിഴക്കൻ ബംഗാളിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ, തങ്ങളുടെ മാതൃഭാഷയെ ബംഗാളി ഭാഷയ്ക്കു വേണ്ടി അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ വൻ പ്രക്ഷോഭത്തെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിച്ചു വരുന്നത്. ഭാരതം വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായി. പാകിസ്ഥാൻ ഉറുദു ഔദ്യോഗിക ഭാഷയാക്കി ബംഗാളി ഭാഷയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ കിഴക്കൻ ബംഗാളിലെ ജനം, വിശിഷ്യ വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ആ പ്രക്ഷോഭത്തിനിടയിൽ നിരവധി വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. ആ ദിനം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു. ഭാഷയും സംസ്കാരവും രണ്ടല്ല, ഒന്നാണ്. ഭാഷയ്ക്കുണ്ടാകുന്ന അപജയം നാടിൻ്റെ തനതായ സംസ്കാരത്തെയും നശിപ്പിക്കും. ഒരു നാടിൻ്റെ നന്മകളെ നശിപ്പിക്കാൻ ആ നാട്ടിലെ ഭാഷകളെ നശിപ്പിച്ചാൽ മതിയല്ലോ. ലോക മാതൃഭാഷാ ദിനത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ പ്രക്ഷോഭം ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണമായെങ്കിൽ ഈ ദിനാചരണത്തിലേക്ക് നയിച്ച സാംസ്കാരിക കാരണങ്ങൾ മലയാളം പോലുള്ള പ്രാദേശിക ഭാഷകളുടെ നിലനിൽപ്പിൻ്റെ ശക്തി ദൗർബല്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. തമിഴന് തമിഴ് ഭാഷയോടുള്ള അൻപ് മലയാളിക്ക് മലയാള ഭാഷയോട് ഉണ്ടോ? ബംഗാളിക്ക് ബംഗാളി ഭാഷയോടുള്ള അഭിമാനം മലയാളിക്ക് മലയാള ഭാഷയോടുണ്ടോ? മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിക്കാൻ കഴിയാത്ത വിധം മലയാള നാട് മാറിയിരിക്കുന്നു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ മലയാള സാഹിത്യത്തിൻ്റെ ക്ലാസിക്കൽ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ കൈരളിയെ ആധുനികതയിലേക്ക് നയിച്ചത് തുഞ്ചത്താചാര്യനായിരുന്നു. മലയാളത്തിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. എഴുത്തച്ഛന് ശേഷം മലയാള ഭാഷയ്ക്കായി ആയുസ്സും വപുസ്സും സമർപ്പിച്ച മഹാത്മാവായിരുന്നു കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ശ്രീ AR രാജരാജവർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ കോളേജ് പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം. ശ്രീ AR രാജരാജവർമ്മ പ്രിൻസിപ്പലായിരുന്ന അന്നത്തെ മഹാരാജാസ് കോളേജ്, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, ആ കോളേജിൽ ARൻ്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയിൽ ചെരുപ്പുമാല ചാർത്താൻ വരെ ധിക്കാരം കാട്ടിയ ഒരു വിദ്യാർത്ഥി സമൂഹം മലയാളത്തിൽ ഉണ്ടായതെങ്ങനെയാണ്? അതെ,
മലയാളത്തിൻ്റെ ഭാവി ഭാസുരമാണോ? മലയാളത്തിലെ പുതിയ തലമുറയെ നിരീക്ഷിച്ചാൽ നാം എത്തിച്ചേരുന്ന നിഗമനം എന്തായിരിക്കും? തലമുറകൾ കൈമാറി വന്ന മലയാള തനിമ കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണം പ്രാപ്തരാണോ മലയാളത്തിൻ്റെ പുതുതലമുറ? നാട്ടിൻപുറങ്ങൾ ഇല്ലാതാവുകയും നഗരങ്ങൾ സമൃദ്ധമാവുകയും ചെയ്യുന്ന സമകാലീന കാലത്ത് ഭാഷ അത് സംസാരിക്കുന്ന ജനവിഭാഗങ്ങളിലൂടെ പലവിധ പരിണാമങ്ങൾക്കും വിധേയമാകുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ട മലയാളത്തിന് കൊട്ടിഘോഷിക്കുന്ന ശ്രേഷ്ഠതയുണ്ടോ ഇന്ന്? ഇന്നും മാതൃഭാഷ രണ്ടാം ഭാഷയായി കാണുന്ന വലിയൊരു ജനവിഭാഗം മലയാളത്തിലുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ മാതൃഭാഷയിലൂടെയുള്ള ബോധനം സാധ്യമല്ലെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ അവർ വിസ്മരിക്കുന്ന ഒരു കാര്യം, അനന്തരസാധാരണമായ സ്വാംശീകരണ ശേഷിയുള്ള ഒരു ഭാഷയാണ് മലയാളം. സംസ്കൃതത്തിലും തമിഴിലുമുള്ള നിരവധി ക്ലാസിക് ഗ്രന്ഥങ്ങൾ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസിക് കൃതികളിലൂടെ സഞ്ചരിച്ച് മൗലികമായി ചിന്തിക്കുവാനും അങ്ങനെ നവീനാശയങ്ങളെ നാടിൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കുവാനും കഴിയുന്ന ഒരു തലമുറയാണ് നാടിൻ്റെ സമ്പത്ത്. മലയാളത്തിലൂടെ അറിവിൻ്റെ വ്യാപനം നടക്കുന്നുവെന്ന് ശരിയായിരിക്കാം. പക്ഷേ ആ അറിവിന് ആഴമുണ്ടോ എന്നതാണ് കാതലായ പ്രശ്നം. ജനകീയവൽക്കരണത്തിൻ്റെ കാലത്ത് ഭാഷയുടെ ശുദ്ധിയും സൗന്ദര്യവും സംരക്ഷിക്കുകയെന്നത് വലിയൊരു പാതകമായി കാണുന്ന പ്രവണത മലയാള നാട്ടിൽ വളർന്ന് വ്യാപകമാകുന്നുവെങ്കിൽ അത് അത്യാപത്ത് തന്നെയാണെന്നതിൽ സംശയമേയില്ല. ഭാഷയുടെ തനിമ സംരക്ഷിക്കുകയെന്നത് ബഹുസ്വരതാ സമൂഹത്തെ അലോസരപ്പെടുത്തുമെന്ന് വാദിക്കുന്നവരുണ്ട്. വായ്മൊഴി വഴക്കത്തിൻ്റെ പേരിൽ ഭാഷയെ വക്രീകരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി കാണുന്നവരുമുണ്ട്. ഒരു നാടിൻ്റെ നന്മകളെ നശിപ്പിക്കാൻ ആ നാട്ടിലെ ഭാഷകളെ നശിപ്പിച്ചാൽ മതിയെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഈ ചിന്താഗതി സ്വാതന്ത്ര്യപൂർവ മലയാളത്തിനേക്കാൾ സ്വാതന്ത്ര്യാനന്തര മലയാളത്തിൽ ശക്തി പ്രാപിച്ചു. കൊറോണാനന്തര കേരളം പ്രവാസികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണല്ലോ. സ്വന്തം നാടിൻ്റെ നന്മകളെ തിരസ്കരിച്ച് അന്യനാടിൻ്റെ തിന്മകളെ ആലിംഗനം ചെയ്യാനുള്ള പ്രവണത അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്ന വസ്തുതയിലേക്കാണ് ഈ വർഷത്തെ ലോക മാതൃഭാഷാ ദിനം വെളിച്ചം വീശുന്നത്. പരമ്പരാഗത രീതികളിൽ നിന്നുള്ള സമൂല പരിവർത്തനത്തിൻ്റെ കാലഘട്ടത്തെ ഉത്തരാധുനികമെന്നത്രേ മലയാളത്തിലെ നവീന നിരൂപകന്മാർ വാഴ്ത്തുന്നത്. ആധുനികതയിൽ നിന്നും അത്യാധുനികതയിലേക്ക് എത്തിക്കുന്നതിൽ വിപ്ലവാത്മകമായ പങ്ക് വഹിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഇക്കാലത്തുണ്ടായ മലയാളത്തിലെ ബഹുഭൂരിപക്ഷം സാഹിത്യവും അനുവാചകന് ദുർഗ്രഹമാകുന്ന രീതിയിലാണ് രചിച്ചിട്ടുള്ളത്. ഈ ബോധപൂർവമായ ശൈലിക്കു പിന്നിൽ പരമ്പരാഗത ചട്ടക്കൂടുകളെയും മാമൂലുകളെയും തച്ചുടയ്ക്കാനുള്ള ശ്രമമാണെന്നും സാഹിത്യ നിരൂപകർ വാദിക്കുന്നുണ്ട്. അനുദിനം അനുദിനം അന്യനാടിൻ അപദാനം പാടുന്നോരെ എന്ന് കവി ആരെക്കുറിച്ചാണോ പാടിയത് അവർ വാക്കുകൾക്ക് വിലപിടിക്കും. ഈ സന്ദർഭത്തിൽ വല്ലപ്പോഴും ഓർക്കുക മാതൃഭാഷയുടെ പുണ്യം. നന്ദി, നമസ്കാരം.